ജോഷുവ അധ്യായം 16. എഫ്രായിമിന്റെ ഓഹരി. ജോസഫിന്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി ജെറിക്കോ നീരുറവകൾക്ക് കിഴക്ക് ജെറിക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബഥേലിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്യരുടെ പ്രദേശമായ അത്താരോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫലേത്യരുടെ ദേശത്തിലൂടെ താഴത്തെ ബെത്ഹൊറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിന്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർത്തി മുകളിലത്തെ ബെത്ഹൊറോൺ വരെയുള്ള അത്താരോത്ത് ആധാർ ആയിരുന്നു. അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് മിക്മെത്താത്ത. കിഴക്കേ അതിർത്തി താനാത് ഷിലോ വളഞ്ഞ് കിഴക്ക് യനോവായിലെത്തുന്നു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറോത്തിലും നാറായിലും എത്തി ജെറിക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു. വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു. എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ്. മനാസെ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു. എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാന്യരെ അവർ തുരത്തിയില്ല. അവർ ഇന്നും എഫ്രായിമിന് അടിമവേല ചെയ്തു വസിക്കുന്നു. ജോഷുവ അധ്യായം 17. മനാസയുടെ ഓഹരി. പിന്നീട് ജോസഫിന്റെ ആദ്യജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകി. ഗിലെയാദിന്റെ പിതാവും മനാസയുടെ ആദ്യജാതനുമായ മാക്കീറിന് ഗിലെയാദും ബാഷാനും നൽകി. കാരണം അവൻ യുദ്ധവീരനായിരുന്നു. മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. ഇവർ അബിയേസർ, ഹേലക്, അസ്രിയേൽ, ഷെക്കെം, ഹേഫർ, ഷമീദ എന്നിവരായിരുന്നു. ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിന്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു. മനാസയുടെ മകൻ മാക്കീറിന്റെ മകനാണ് ഗിലെയാദ്. അവന്റെ മകനായ സെലോഫെഹാദിന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല, പുത്രിമാർ മാത്രം. അവർ മഹ്ല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിന്റെയും നൂനിന്റെ മകനായ ജോഷുവയുടെയും പ്രമാണികളുടെയും മുൻപാകെ വന്നു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജോഷുവ അവരുടെ പിതൃ സഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി. അങ്ങനെ മനാസയ്ക്ക് ജോർദാന് അക്കരെ കിടക്കുന്ന ഗിലെയാദും ബാഷാനും കൂടാതെ 10 ഓഹരി ലഭിച്ചു. കാരണം മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു. മനാസയുടെ മറ്റു പുത്രന്മാർക്ക് ഗിലെയാദ് അവകാശമായി കൊടുത്തു. ആഷേർ മുതൽ ഷെക്കമിന് കിഴക്ക് മിക്മെത്താത്ത് വരെ മനാസയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു. അതിന്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടു കിടക്കുന്നു. തപ്പുവ ദേശം മനാസയുടെ അവകാശമായിരുന്നു. എന്നാൽ മനാസയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രായിമിന്റെ മക്കളുടെ അവകാശമായിരുന്നു. അതിർത്തി വിട്ട് തെക്കോട്ട് കാനാത്തോട് വരെ പോകുന്നു. മനാസയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രായിമിനുള്ളതാണ്. മനാസയുടെ അതിർത്തി തോടിന് വടക്കേ അറ്റത്തുകൂടി പോയി കടലിൽ അവസാനിക്കുന്നു. തെക്കുവശത്തുള്ള ദേശം എഫ്രായിമിന്റേതും വടക്ക് വശത്തുള്ളത് മനാസയുടേതുമാകുന്നു. സമുദ്രമാണ് അതിന്റെ അതിർത്തി. അത് വടക്ക് ആഷേറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ടുകിടക്കുന്നു. ഇസാക്കറിലും ആഷേറിലും മനാസയ്ക്ക് ബത്ഷേയാൻ, യിബ്ളയാം, ദോർ, എൻദോർ, താനാഖ്, മെഗിദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു. പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ അവിടെ നിന്ന് നിശേഷം തുരത്തിയില്ല. ജോസഫിന്റെ സന്തതികൾ ജോഷുവയോട് ചോദിച്ചു, കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനമായിരിക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിഹിതം മാത്രം തന്നത്? ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ ജനതയാണെങ്കിൽ പെരിസ്യരുടെയും റഫായിമിന്റെയും ദേശങ്ങളിൽ പോയി
വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ. എഫ്രായിമിന്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ. അവർ പറഞ്ഞു, മലമ്പ്രദേശങ്ങൾ മതിയാകയില്ല. എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാന്യർക്കും ബർഷയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും ജസ്രേൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പു രഥങ്ങളുണ്ട്. ജോസഫിന്റെ ഗോത്രങ്ങളായ എഫ്രായിമിനോടും മനാസയോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ വലിയൊരു ജനതയാണ്, ശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രം പോരാ. മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ. അത് വനമാണെങ്കിലും അതിന്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. കാനാന്യർ ശക്തന്മാരും ഇരുമ്പു രഥങ്ങൾ ഉള്ളവരും ആണെങ്കിലും നിങ്ങൾക്ക് അവരെ തുരത്തി ഓടിക്കാം. ജോഷുവ അധ്യായം 18. ശേഷിച്ച 7 ഗോത്രങ്ങൾ. ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇനിയും അവകാശം ലഭിക്കാത്ത 7 ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും? ഓരോ ഗോത്രത്തിൽ നിന്ന് 3 പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ. ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം. അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ. അവർ അത് 7 ഭാഗങ്ങളായി തിരിക്കണം. യൂദ തെക്കു ഭാഗത്തുള്ള തന്റെ ദേശത്ത് താമസം തുടരട്ടെ. ജോസഫിന്റെ കുടുംബം വടക്ക് ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും. നിങ്ങൾ ആ പ്രദേശം 7ആയി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ. ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്കു നൽകാം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ജോർദാന് കിഴക്ക് ഗാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട്. ഇത് കർത്താവിന്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ്. അവർ യാത്ര പുറപ്പെട്ടു. ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവിൻ. ഇവിടെ ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു. അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ 7ആയി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി. അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ജോഷുവ അവർക്കു വേണ്ടി ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കു വീണു. യൂദാ ഗോത്രത്തിന്റെയും ജോസഫ് ഗോത്രത്തിന്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറീക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലമ്പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബേത്ത് ആവൻ മരുഭൂമിയിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിന്റെ ബഥേലിന്റെ തെക്കേ ഭാഗത്തുകൂടെ കടന്ന് താഴോട്ട് ബേത്ത് ഹൊറോണിന്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താരോത്ത് ആധാറിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേത്ത് ഹൊറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂദാ ഗോത്രത്തിന്റെ പട്ടണമായ കിരിയാത് ബാലിൽ കിരിയാത് യയാറിമിൽ വന്നു നിൽക്കുന്നു. അവരുടെ പടിഞ്ഞാറേ അതിർത്തിയാണിത്. തെക്കുഭാഗം കിരിയാത് യയാറിമിന്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ വരെ ചെല്ലുന്നു. അനന്തരം അത് താഴോട്ട് റഫായിം താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിന്റെ മകന്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിന്റെ അതിർത്തി വരെയും എത്തുന്നു. വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസ്യരുടെ ദേശത്തിന്റെ തെക്കുഭാഗത്തുകൂടെ താഴെ എൻറോഗലിൽ എത്തുന്നു. പിന്നീട് അത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷെമെഷിൽ ചെന്ന് അതുമിൻ കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലിലോത്തിലെത്തി താഴേക്കിറങ്ങി റൂബന്റെ മകനായ ബോഹന്റെ ശില വരെ എത്തുന്നു. വീണ്ടും ബത്ത് അരാബായ്ക്കു വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിലെത്തുന്നു. ബത്ത് ഹോഗ്ലായുടെ വടക്കു ഭാഗത്തുകൂടി ജോർദാന്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു. ഇതാണ് തെക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ജോർദാൻ ആണ്. ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന്റെ അതിർത്തികളാണിവ. കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: ജെറിക്കോ, ബത്ത് ഹോഗ്ല, എമെക്കെസിസ്, ബത്ത് അരാബ, സെമറായിം, ബഥേൽ, ആറാവിം, പാര, ഓഫ്ര, കേഫാർ അമ്മോനി, ഒഫ്നി,
ഗേബ എന്നീ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഗിബയോൻ, റാമ, ബെറോത്ത്, മിസ്പെ, കെഫീര, മോസ, റക്കെം, ഇർപ്പേൽ, തറാല, സേല, ഹായലെഫ്, ജബൂസ്, ജെറുസലേം, ഗിബയ, കിരിയാത്ത് യയാറിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്.